ഹലോ ഓൾ, ഞാൻ ഇന്നൊരു ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കാണിക്കുന്നത്. എൻ്റെ കയ്യിലൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഇളക്കിയെടുത്തു. താഴെ ഗ്ലാസ് മാത്രം നമുക്കിപ്പോൾ മതി. എൻ്റെ കയ്യിലുള്ളൊരു ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഞാനത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിന് പുറകിലല്ല, ഗ്ലാസിൻ്റെ ഫ്രണ്ടിലാണ് ഒട്ടിച്ചത്. നമ്മൾ ഗ്ലാസിൻ്റെ അകത്താണ് വരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ അതിലൊരു ബ്ലാക്ക് കളർ വെച്ച്, ഫാബ്രിക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തെടുക്കുക. ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റിലെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഔട്ട്ലൈൻസ് ആണ്. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കളറെല്ലാം അപ്ലൈ ചെയ്യാവൂ. ഈവൻ ഷെയ്ഡിങ് പോലും ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഷെയ്ഡിങ് കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടേ ഫൈനൽ പെയിൻറ്റിങ് ചെയ്യാവൂ. ഫാബ്രിക് പെയിൻ്റ് ആകുമ്പോൾ ഈസിയാണ്, നമുക്കത് അപ്ലൈ ചെയ്തെടുക്കാൻ ഈസിയാണ്, പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും, ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ഫിനിഷിങ്ങും കിട്ടും. അതുകൊണ്ട് മൈന്യൂട്ടായിട്ടുള്ള ഒരു ഗ്യാപ്പ് പോലും നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം, എന്നാലേ ഫൈനൽ ലുക്ക് വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കുള്ളൂ. ഇത് നല്ല സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഫാബ്രിക് പെയിൻറ്റ് വെച്ച്. ഞാൻ ഇതിലെല്ലാത്തിലും ഔട്ട്ലൈൻ കൊടുത്തെടുക്കുവാണ്. കുറച്ച് സാവകാശം വേണം, എന്ന് വെച്ചാൽ നല്ല ക്ഷമയോടെ ഇരുന്ന് ചെയ്താലേ ഇതിന് നല്ല ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. പേപ്പറിൽ വരയ്ക്കുന്ന പോലെ അത്ര സിമ്പിളല്ല, എന്നാലും കുറച്ച് ടൈമൊക്കെ എടുത്ത് ഇത് ചെയ്യുവാണെങ്കിൽ നല്ല ലുക്കിൽ, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇപ്പോൾ ഗ്ലാസ്സിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഗ്ലാസ് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫിനിഷിംഗ് ആയിട്ടൊക്കെ കിട്ടും. എനിക്ക് ഇതാണ് ഈസി ആയിട്ട് തോന്നിയത്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു. എന്ന് വെച്ച് മറ്റത് ചെയ്യാൻ പാടാണ് അങ്ങനെയല്ല. ഓക്കെ, ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേറൊരു വീഡിയോയിൽ പറയാം. ഞാനിപ്പോൾ ഇതിൽ വൈറ്റ് കളർ വെച്ച ഷെയ്ഡ് ചെയ്യുന്നത്, അകത്തുള്ള ലൈൻസും കാര്യങ്ങളും ഒക്കെ ഔട്ട്ലൈൻ കഴിഞ്ഞിട്ട് ഷെയ്ഡിങ് ഞാൻ വൈറ്റ് കളർ വെച്ച് ചെയ്യുന്നത്. ഇതും കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫൈനലായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ. നമ്മൾ പേപ്പറിലൊക്കെ വരയ്ക്കുന്ന പോലെ അത്ര ഈസി അല്ല ഗ്ലാസ്സിൽ വരയ്ക്കുന്ന കാര്യം. പേപ്പറിൽ വരയ്ക്കുന്നതിൻ്റെ റിവേഴ്സായിട്ട് വേണം ഗ്ലാസ്സിൽ വരയ്ക്കാൻ. ഡീറ്റെയിലിംഗ് എല്ലാം ഫസ്റ്റിലേക്ക് കൊടുത്തിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ ഷെയ്ഡിങ് ഇവിടെ എല്ലാം ഫസ്റ്റിലെ ഷെയ്ഡിങ് കഴിഞ്ഞിട്ടാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഈവൻ ഒരു പൊട്ട് കൊടുക്കുന്നത് പോലും പേപ്പറിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ കൊടുത്താൽ മതി, പക്ഷേ ഗ്ലാസ്സിലാണെങ്കിൽ നമ്മൾ ആ ഡീറ്റെയിൽസ് എല്ലാം ആദ്യമേ കൊടുക്കണം. എന്നിട്ട് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ആ രീതിയിൽ കിട്ടുള്ളൂ. ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ഫ്രണ്ടിൽ കാണുന്നത്. ബാക്കിയെല്ലാം പെയിൻറ്റിങ് ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് വന്നുകൊണ്ടിരിക്കും. ഏറ്റവും ലാസ്റ്റ് വേണം പെയിൻറ്റ് ചെയ്യാൻ. ഫസ്റ്റിൽ ഡീറ്റെയിലിങ് എല്ലാം കഴിഞ്ഞിട്ട്, അതുകൊണ്ട് ആ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വിട്ടുപോകരുത്. ഒരു പ്ലാനിങ്ങോട് വേണം ഗ്ലാസ്സിൽ പെയിൻറ്റ് ചെയ്യാൻ. ഇതുപോലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഡീറ്റെയിലിങ് കഴിഞ്ഞിട്ട് ബ്ലൂ അപ്ലൈ ചെയ്തു, യെല്ലോ അപ്ലൈ ചെയ്തു, ഗ്രീൻ അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇതാ ഡ്രസ്സിൻ്റെ ബ്രൗൺ കളർ, ഇതെല്ലാം ഓരോന്നായിട്ട് ഇനി എല്ലാം എനിക്ക് പെയിൻറ്റ് ചെയ്തെടുത്ത് അതുകൂടെ കഴിയുമ്പോൾ ഫിനിഷായി. ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ചേർക്കരുത്. 1-2 ഡ്രോപ്പൊക്കെ ചേർക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ഗ്ലാസ്സിൽ പിടിക്കില്ല, ഡ്രൈ ആവില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ വരച്ചെടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരും. അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യുന്നത് കുറച്ച് ഇച്ചിരി, ആ പെയിൻറ്റ് അങ്ങനെ അപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ ഒരുപാടങ്ങ് ഡൈല്യൂട്ട് ആയാൽ ഈ പെയിൻറ്റ് ഡ്രൈ ആവില്ല, അത്ര അങ്ങോട്ട് നന്നായി വരില്ല, നമ്മുടെ പിക്ചർ അങ്ങോട്ട് നന്നായി വരില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ പിക്ചർ അങ്ങോട്ട് കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് പെയിൻറ്റ് ചെയ്താൽ മതി. ഞാനായിട്ട് ലാസ്റ്റായിട്ട് ഓറഞ്ചും ഗോൾഡും യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ കളർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കാണാം.
ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര കളർഫുള്ളായിട്ടാണ് കിട്ടിയത്. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന കവറൊക്കെ വെച്ചൊന്ന് ക്ലോസ് ചെയ്തു. ഒരു ഷോക്കേസ് പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോ.